എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2026. ആദ്യം തന്നെ ലവ്, നൈറ്റ് ഓഫ് ഫെദേഴ്സ്, പിന്നെ 8 ഓഫ് ക്രിസ്റ്റൽസ്, എംപറർ എനർജി, 7 ഓഫ് ഫെദേഴ്സ്, 8 ഓഫ് ഫെദേഴ്സ് എനർജി കണക്ഷൻസ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലവ് ആൻഡ് 7 ഓഫ് ഫെദേഴ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നിങ്ങൾ കുറച്ചുകൂടി പക്വത പുലർത്തുന്നൊരു സമയമായിരിക്കും ഈ ഒരു മാസം. അതുപോലെ തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കാതെ കാര്യങ്ങളൊന്നും ചെയ്യുന്നൊരു രീതിയല്ല. നിങ്ങളെല്ലാ കാര്യങ്ങളും വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുന്നത് കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ടും ആലോചിച്ച് തീരുമാനം എടുക്കുന്നത് കൊണ്ടും നിങ്ങൾ വളരെ ആലോചിച്ച് തന്നെയാണ് പല തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് കാണിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും നമ്മളെ കുറിച്ചിട്ട് നമ്മുടെ ചില സ്വഭാവങ്ങൾ അല്ലെങ്കിൽ രീതികൾ, നമ്മളുടേതായിട്ടുള്ള ചില പ്രകൃതങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. അതാ നമ്മൾ അങ്ങനെയാണ്. ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളായിരിക്കും, പക്ഷെ അത് ഒരിക്കലും സ്വയം അക്സെപ്റ്റ് ചെയ്യില്ല നമ്മൾ അങ്ങനെയാണെന്നുള്ളത്. നമ്മളുടെ പ്രകൃതം നമ്മൾ ആദ്യം തന്നെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്കത് തിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരിലും ഉണ്ട് തെറ്റുകുറ്റങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ സ്വഭാവം ഇന്നതാണെന്ന് മനസ്സിലാക്കി ആദ്യം അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം അതിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്ന അതിനുള്ളൊരു അവസരം തരുന്നൊരു സമയം തന്നെയാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ. പിന്നെ പ്രണയം അല്ലെങ്കിൽ വിവാഹം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഭവ്യമാകുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ. വിവാഹ സാധ്യതകൾ ഏറി നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ കുറച്ചധികം നാളായിട്ട് വിവാഹത്തിന് ശ്രമിക്കുന്നു, പക്ഷെ വിവാഹമൊന്നും നടക്കുന്നില്ല. ലേറ്റ് മാരേജ് അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി തന്നെ മാരേജിന് ലേറ്റ് ആയ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം മാരേജ് സിറ്റുവേഷൻ വളരെ പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. പ്രണയത്തിലായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം പ്രണയം വിവാഹത്തിലേക്ക് കലാശിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ദീർഘകാല പ്രണയം വിവാഹ സാഫല്യത്തിലേക്ക് വരുന്ന സിറ്റുവേഷൻ ആകാം. അതേപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഓൾറെഡി പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരിക്കും നിങ്ങൾ, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷം നിറഞ്ഞൊരു ജീവിതമായിരിക്കും. ഇപ്പോൾ അടുത്തിടയ്ക്കായിട്ട് ചില പ്രശ്നങ്ങൾ, അസ്വാരസ്യങ്ങളൊക്കെ ജീവിതത്തിൽ വരുന്നതായിട്ട് കാണാം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ മൂന്നാമതൊരാളുടെ ഇടപെടലാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരു സുഹൃത്തായിരിക്കാം, നിങ്ങളെല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫും പങ്കുവയ്ക്കുന്നുണ്ടാവാം. പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങളോട് അത് വളരെ പേഴ്സണലായിട്ട് എടുത്ത് ആ വ്യക്തി വേണ്ടാത്ത ഉപദേശങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. നിങ്ങളത് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തി പറയുന്നതനുസരിച്ച് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ പെരുമാറാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ബന്ധം വഷളാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുള്ളൊരു ഇതിൽ മൂന്നാമതൊരാൾ വരാൻ അത് ആര് തന്നെ ആയാലും അതിനിട വരുത്താതിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ബന്ധം വഷളാവും, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സാധ്യതകളുള്ള സമയമാണ് ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ കരിയർ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി സാധ്യതകളുള്ള സമയമാണ് ഈ ഒരു മാസം. പൊതുവേ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ പൊതുവേ വളരെ നിങ്ങളൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും മറ്റുള്ളവർക്ക്. കാരണം നിങ്ങളുടെ പെരുമാറ്റവും രീതിയും ഒരു ഡിസിഷൻ എടുക്കുന്ന രീതി ആയിക്കൊള്ളട്ടെ, പ്രവർത്തിക്കുന്ന രീതി, പ്ലാനിങ്, സ്ട്രാറ്റജി, ഇതൊക്കെ വളരെയധികം സാധ്യതകൾ നിങ്ങളിലേക്ക് നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആളുകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പല കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചിന്തിക്കുക, മനസ്സിലാക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കോൺഫിഡൻസ് വളരെ കൂടുതലായിട്ടുള്ളൊരു സമയം ആയിരിക്കും ഈ ഒരു മാസം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സൈക്കിൾ ഓഫ് ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഒരു കരിയറിൽ, നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ, പേഴ്സണൽ ലൈഫിൽ, അതേപോലെ ബിലീഫ് സിസ്റ്റത്തിലും ആ ഒരു ചേഞ്ചസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. ആ ഒരു മാറ്റം, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യസ്ഥിതി കുറച്ച് മോശമായി അടുത്തിടയ്ക്ക് വന്നിരിക്കുന്നവരാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി അതായത് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണാം. അതേപോലെ തന്നെ ഒത്തിരി ബ്യൂട്ടിഫുൾ പോസിബിലിറ്റീസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, മനസ്താപം, കാര്യങ്ങളൊക്കെ വന്നേക്കാം ഇടയ്ക്കൊക്കെ.
എന്നാലും അതൊരു വലിയ കാര്യമായിട്ട് നിങ്ങൾ എടുക്കുന്നില്ല, നിങ്ങൾ വളരെ പക്വതയോട് കൂടിയിട്ട് പെരുമാറുന്നുണ്ട്. അത് സ്ഥായിയായിട്ടുള്ളൊരു കാര്യമല്ല, ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു മനസ്താപമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അല്ലാതെ അതിലാലോചിച്ച് ചിന്തിച്ചിരുന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക. അതേപോലെ നൈറ്റ് ഓഫ് ഫെദേഴ്സ് ആൻഡ് എംബ്രർ എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ സ്പിരിച്വലി വളരെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും, അതേപോലെ കമ്പാനിയൻഷിപ്പ്, ആളുകളായിട്ട് നല്ല സൗഹൃദങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു സമയം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൗഹൃദങ്ങൾ വളരെയധികം പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. പിന്നെ എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ വാഹനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫോക്കസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടുന്ന സാഹചര്യമാണ്. കാരണം വാഹനം ഓടിക്കുന്ന സിറ്റുവേഷനിലൊക്കെ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ ഇരിക്കാതിരിക്കുക. അതായത് എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമാണെങ്കിലും ചില സമയങ്ങളിൽ അതിന് വേണ്ടുന്ന പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം വാഹനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള എന്തെങ്കിലും ചെറിയ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ വരുന്നില്ലെങ്കിലും വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നേക്കാം. അപ്പോൾ അതായത് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സാമ്പത്തിക ചിലവുണ്ടാവാം. അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് എടുത്തു പറയുന്നു. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സംസാരിക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ലെക്ചററായിരിക്കാം, ടീച്ചറായിരിക്കാം, മറ്റെന്തെങ്കിലും വിധത്തിൽ ഒത്തിരി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വോയിസ്, അതായത് നിങ്ങൾ ഒത്തിരി സംസാരിക്കുമ്പോൾ വോയിസിന് സ്ട്രെസ്സ് കൊടുക്കുന്ന രീതിയിൽ കുറച്ച് റെസ്റ്റ് കൊടുക്കാനുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. വോയിസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അത് ത്രോട്ട് ചക്ര ബാലൻസ് ചെയ്യുന്നതും നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ ഈ അധികം തണുപ്പുള്ളത് കഴിക്കുക, അതുപോലുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. നൈറ്റ് ഓഫ് ഫെദേഴ്സ് ആൻഡ് 8 ഓഫ് ഫെദേഴ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നൈറ്റ് ഓഫ് ഫെദേഴ്സ് എനർജി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ആക്ഷനാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ, അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് പറഞ്ഞിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു ട്രാൻസ്ഫർ സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ട്രാൻസ്ഫർ. ഇപ്പോൾ പാരൻസിന് മറ്റിടത്തേക്ക് ട്രാൻസ്ഫർ, വീട് മാറിപ്പോകുന്നതോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു മാറ്റം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സുഹൃത്തുക്കളൊക്കെ വിട്ടു പോകുന്നതിൻ്റെയൊക്കെ ഒരു ചെറിയ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഒരു ട്രാൻസ്ഫർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സമയമാണ്. ഇപ്പോൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുക, അതുപോലെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ചെയ്യാം. അതിന് സാധ്യതകൾ വളരെയേറെ നിൽക്കുന്നതായതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ പറയാനുള്ളത്, പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ച് ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാനസിക ആരോഗ്യം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒറ്റയ്ക്ക് അധികം ഇരിക്കുന്നത് ഒഴിവാക്കുക, അല്ലെങ്കിൽ അനാവശ്യ ചിന്തകൾ, അതുപോലെയുള്ള മനസ്സിൽ ഉൾഭയം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഹനുമാൻ ചാലിസ വായിക്കാം, അല്ലെങ്കിൽ നരസിംഹ മന്ത്രം ജപിക്കുന്നതൊക്കെ സഹായകരമായിരിക്കും. പിന്നെ ആളുകൾ സോഷ്യലായിട്ടുള്ള ഒരാളാണെങ്കിൽ അധികം ആളുകൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിക്കുക, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നടക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് സംസാരിക്കുന്നത് പ്രയോജനം ചെയ്യുന്ന ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതേപോലെ 8 ഓഫ് ക്രിസ്റ്റൽസ് ആൻഡ് 7 ഓഫ് ഫെദേഴ്സ് എനർജിയാണ്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒത്തിരി തിരക്കുള്ള സമയമായിരിക്കും. സാധാരണ നിങ്ങൾക്ക് എപ്പോഴും എന്തിനെങ്കിലുമൊക്കെ സമയം ഉണ്ടാവും, എന്തെങ്കിലും കൊച്ചു വർത്തമാനമൊക്കെ പറയാം. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയോ തിരക്കുകളായിട്ട് പല കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ കുറച്ച് ബിസി ആയിരിക്കുന്ന ഒരു മാസമായിരിക്കും. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള സമയം കിട്ടുന്നുണ്ടാവില്ല. പരമാവധി കുറച്ച് സമയം നിങ്ങൾക്കായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഫാമിലിയിലുള്ള മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് നിങ്ങൾക്കും കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള ടൈം ശ്രദ്ധിക്കാം. അതൊന്ന് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അതേപോലെ ചില ഫാമിലിയിൽ വർക്ക്, ഇപ്പോൾ അടുക്കളയിലെ ജോലികളാണെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ വീട്ടിലെ വീട്ടമ്മ മാത്രമായിരിക്കും ചെയ്യുന്നത്. കാരണം അവർക്ക് വേറെ പുറത്ത് ജോലിയില്ല എന്ന് പറയുന്ന ആളുകൾ. അപ്പോൾ ഒരുപക്ഷെ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇതുണ്ടെങ്കിൽ ഒരു സഹായമോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ സഹായമോ തേടുന്നത്
അത് നോക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. അതായത് ഓവർ വർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.